ആസ്പിറൻസ്. ഇന്ന് ഓഗസ്റ്റ് 3-ാം തീയതി IBPS RRB എക്സാം നടക്കുന്ന സെന്ററിലാണ് ഞങ്ങളിപ്പോൾ. ഈ വർഷം ആദ്യമായിട്ടാണ് നമ്മുടെ RRB POയ്ക്ക് സെക്ഷണൽ ടൈമിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 9:45 ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിയും. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് ഒക്കെ ഒന്ന് നോക്കിയാലോ, എങ്ങനെയുണ്ടായിരുന്നു അവർക്ക് എക്സാം എന്ന്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നോർമലി ഈസി ആയിരുന്നു. എനിക്ക് കുറച്ച് ടഫായിട്ട് QA കുറച്ച് ടഫ് ആയിരുന്നു. ടൈമിംഗിന്റെ ഇഷ്യൂ വന്നതുകൊണ്ടാണോ? റീസണിംഗ് എങ്ങനെയുണ്ടായിരുന്നു? റീസണിംഗ് ഫുൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ കൂടുതൽ ഏതാ ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തത്? DA ആണോ? DA ആണ്. ബാക്കി വൺ വേരിയബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിരുന്നു. സ്പീഡ് മാക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ല, അത് കോമ്പിനേഷൻ പോലെ ആയിരുന്നു. ചിലത് ഈസി ആയിരുന്നു, ചിലത് പക്ഷെ DIനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു, റീസണിംഗ് ആയിരുന്നു, രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ? എനിക്കൊന്ന് ക്വാണ്ടിറ്റീവ് കുറച്ചുകൂടെ ടൈം എടുത്ത്. റീസണിംഗിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന തോന്നിയ ടോപ്പിക് ഏതാ? ഒരു കോഡ് വെച്ചിട്ട് ചെയ്യുന്നത്. കോഡിംഗ് ഡീകോഡിംഗ് ആയിരിക്കും. ഓക്കെ, പസിൽസ് ഒക്കെ ബുദ്ധിമുട്ടായിരുന്നോ? പസിൽസ് കുഴപ്പമില്ലായിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടും ആവറേജ് പോലെ തന്നെ. ആവറേജാ, കുഴപ്പമില്ല. രണ്ടും കൂടെ എത്ര അറ്റംപ്റ്റ് പോയി ടോട്ടൽ 80-ല്? എത്ര അറ്റൻഡ് ചെയ്തു? എത്ര അറ്റൻഡ് ചെയ്തു? ഒരു 30 എബോ. ഓക്കെ, അപ്പൊ ക്ലർക്കും നന്നായിട്ട് എഴുതാം. ഓൾ ദ ബെസ്റ്റ്. ഈസി ആയിരുന്നു ബാക്കിയുള്ളത് വെച്ചിട്ട്. എത്ര DI ഉണ്ടായിരുന്നു ടോട്ടൽ? DI ഒരു 2 DIയും ഒരു കേസ്ലെറ്റും ഉണ്ടായിരുന്നു. കേസിലേറ്റും ഉണ്ടായിരുന്നു. ഈ 20 മിനിറ്റ്സിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്? ഞാൻ 23 അറ്റംപ്റ്റ് ചെയ്തോളൂ. 23 ചെയ്തു. റീസണിംഗ് എത്ര അറ്റംപ്റ്റ് ഉണ്ട്? 40 അറ്റംപ്റ്റ് ചെയ്തു. 40 അറ്റംപ്റ്റ് ചെയ്തു. അപ്പം അത്രയ്ക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പസിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നോ? റീസണിംഗ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി ടൈം ഉണ്ടാവും നമുക്ക്. ബാക്കി 25 മിനിറ്റ്സ് അധികമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ എന്തായാലും ക്ലർക്ക് കൊടുത്തിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ആദ്യമായിട്ട് എഴുതുവാണോ? അല്ലല്ല, കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെക്ഷണൽ ടൈമിംഗ് ഇല്ലാതെ 45 മിനിറ്റ്സിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്, അതോ? അല്ല, ഇത് നല്ലതാണ്. കുറെ പേര് ആറെ തന്നെ ഇരുന്നു പോകും സാധാരണ. റീസണിംഗിൽ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു റീസണിംഗ്? എളുപ്പമായിരുന്നു. അപ്പം ടൈം അഡ്ജസ്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പൊ 25 മിനിറ്റ്സ് ആക്കിയപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, റീസണിംഗ് ലെവൽ കൂട്ടുക ക്വസ്റ്റ്യൻസ്, അങ്ങനെ വല്ലതും ഫീൽ ചെയ്തോ? ലെവൽ കൂട്ടിയിട്ടൊന്നുമില്ല. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആവറേജ് ആയിരുന്നു. രണ്ടും കൂടെ എത്ര അറ്റംപ്റ്റ് പോയി ടോട്ടൽ? എനിക്ക് കുറവാണ്. എനിക്ക് 49 അറ്റംപ്റ്റ്. ഓക്കെ, അപ്പോ നന്നായിട്ട് അടുത്ത എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. 20 മിനിറ്റേ ഉള്ളായിരുന്നു, 40 ക്വസ്റ്റ്യൻസ്. റീസണിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പസിൽസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? കുറച്ചെണ്ണം ഞാൻ വിട്ടു. നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്നത് നമ്മൾ ആദ്യം വിട്ടു. അല്ലാണ്ട് പറ്റുന്നതൊക്കെ വേഗം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 80-ല് എത്ര അറ്റംപ്റ്റ് പോയി? എനിക്ക് തോന്നുന്നു ഞാനൊരു 20 അറ്റംപ്റ്റ്സ് ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ 60 അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. റീസണിംഗ് ആണ് എനിക്ക് ക്യൂവിനെക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ടഫായി തോന്നിയത്. 25 മിനിറ്റ് ഉണ്ടായിട്ടും എത്ര ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റി? 25 മിനിറ്റിൽ ഞാൻ 13 അറ്റൻഡ് ചെയ്തു. 13 അറ്റൻഡ് ചെയ്തു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡോ? ക്വാണ്ടിറ്റേറ്റീവ് ഓർമ്മയില്ല, മൊത്തം 11. ആ 20 മിനിറ്റ്സിൽ. അതെ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ക്ലർക്ക് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഉണ്ടായിരുന്നു 40% അപ്പൊ റീസണിങ് 25 മിനിറ്റ്സ് അല്ലായിരുന്നോ? അപ്പൊ എങ്ങനെ അത് 20 അല്ല, അത് ക്വാണ്ടിലാണ് 20 മിനിറ്റ്സും 40 ക്വസ്റ്റ്യൻ. റീസണിങ് 40 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമായിട്ട് എഴുതുവാണോ അതോ കഴിഞ്ഞ പ്രാവശ്യം? ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ നിന്നുള്ള വ്യത്യാസം എന്തോന്ന് മനസ്സിലായോ? സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ടും കൂടെ 45 മിനിറ്റിനായിരുന്നു. അപ്പൊ 40 ക്വസ്റ്റ്യൻ, റീസണിംഗ് 25 മിനിറ്റില് സമയം കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്തോ? സമയം കൂടുതലായിട്ടില്ല, പക്ഷേ നമുക്ക് ഫസ്റ്റ് റീഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തോന്നി. റീസണിംഗ് ചെയ്യാൻ പറ്റി അല്ലേ? നേരെ തിരിച്ചായിരുന്നു. 40-ൽ എത്ര എണ്ണം ചെയ്യാൻ പറ്റി റീസണിംഗ്? 30 to 35 അത്രയും ചെയ്യാൻ പറ്റി. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡോ? പക്ഷെ അത് എത്ര കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൺ റീഡിംഗിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡോ? കമ്പൈൻഡ് ടൈം ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. ബിക്കോസ് കുറച്ച് ടഫായിരുന്നു. അത് സെക്ഷണൽ ടൈമിംഗ് ഇൻക്ലൂഡ് ചെയ്ത ഫസ്റ്റ് എക്സാം ആണ്. അതെ, അതിന്റെ ഒരു പോരായ്മ എന്തായാലും കാണാനില്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ആദ്യമായിട്ട് എഴുതുവാണോ അതോ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? ഇപ്പൊ സെക്ഷണൽ ടൈമിംഗ് ഇൻക്ലൂഡ് ചെയ്തപ്പോ നന്നായിട്ട് എഴുതാൻ പറ്റിയോ? എങ്ങനെയുണ്ടായിരുന്നു റീസണിംഗും ക്വാണ്ടും ഒക്കെ? കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 20 മിനിറ്റിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി? 22 ചെയ്യാൻ പറ്റും. എത്ര? 22 ആണ്. റീസണിങ്ങോ? ഫുൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അത്ര എളുപ്പമായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ക്ലർക്ക് നന്നായിട്ട് എഴുതാം. ഓൾ ദ ബെസ്റ്റ്.